എപ്പോഴാണ് പ്രയോജനം കുറഞ്ഞുവെന്ന് തോന്നിത്തുടങ്ങുന്നത്, അപ്പോൾ മുതൽ ബന്ധങ്ങളിലും തേയ്മാനം സംഭവിച്ചു തുടങ്ങും. ഉപകാരമുള്ളവരെ ഉറ്റവരാക്കാനും ഉപയോഗമില്ലാത്തവരെ അകറ്റി നിർത്താനുമാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് രക്തബന്ധം പോലും അടുപ്പം തീരുമാനിക്കാനുള്ള മതിയായ കാരണമാകാത്തത്. പരിപാലിക്കപ്പെടേണ്ട ഓരോ ബന്ധത്തിലും പരസ്പര വിശ്വാസത്തിൻ്റെയും പിന്തുണയുടെയും ഊഷ്മളമായ ഉദാഹരണങ്ങൾ ഉണ്ടാകണം. പക്ഷേ അവിടെയെല്ലാം കണക്കുകളുടെ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കരുത്. നിശബ്ദമായും പ്രതീക്ഷാരഹിതമായും ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ? എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ സ്നേഹിച്ചാൽ ആ കാരണം അവസാനിക്കുമ്പോൾ ബന്ധവും അവസാനിക്കും. പേരിനു മാത്രം കൊണ്ടു നടക്കുന്ന ബന്ധങ്ങളുടെ ഇടയിൽ പ്രേരകശക്തിയാകുന്ന ഒരു സൗഹൃദമെങ്കിലും ഉണ്ടാകണം. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.